എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 67ഉം 68ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വഴിയിൽ ഒരു ഗോപനെ കണ്ടു. ആ ഗോപൻ കാളിന്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റിയിട്ട് ശ്രീകൃഷ്ണന് വർണ്ണിച്ചു കൊടുക്കുകയാണ്. 2 ശ്ലോകങ്ങളിൽ ആദ്യത്തേതിൽ ഉപജാതി വൃത്തവും രണ്ടാമത്തേതിൽ ഉപേന്ദ്രവജ്ര വൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം 67ാമത്തെ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. അലഭ്യപാനീയമുദഗ്രതൃഷ്ണം നഖം പജോർവീതലമസ്തവാതം ആലോകയാധ്വന്യജനസ്യ കാലം കാലം കഠോരാതപദുർനിരീക്ഷം. നമുക്ക് ആദ്യം പദച്ഛേദം നോക്കാം. അലഭ്യപാനീയം ഉദഗ്രതൃഷ്ണം നഖം പജോർവീതലം അസ്തവാദം ആലോകയ അധ്വന്യജനസ്യ കാലം കാലം കഠോരാതപദുർനിരീക്ഷം. ഇതൊക്കെയാണ് അതിൽ വരുന്ന പദങ്ങൾ. കാളിന്തിയെ പറ്റിയിട്ട് പറയാൻ പോണേ ഉള്ളൂ. കാളിന്തിയെ പറ്റി വർണ്ണിക്കുന്നതിന് മുമ്പ് ആ കാലത്തിൻ്റെ ഒരു കഷ്ടത അതിനെ പറ്റിയിട്ടാണ് ആദ്യം പറയണത്. അലഭ്യപാനീയം, പാനീയം എന്ന് പറഞ്ഞാൽ കുടിക്കാനുള്ള എന്തിനേയും പാനീയം എന്ന് പറയാം. ഇവിടെ വെള്ളം എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ മതി. അലഭ്യപാനീയം എന്ന് പറഞ്ഞാൽ ലബ്ധുമശക്യം പാനീയം, വെള്ളം കുടിക്കാൻ എവിടെയില്ല. കാളിന്തി മാത്രമായിരുന്നു ഒരു ആശ്രയം ഈ കാട്ടിൽ. എന്നിട്ട് അവിടെ നിന്നും വെള്ളം കിട്ടാനില്ല എന്നാണ് പറഞ്ഞു വരണത്. നിദാഘകാലത്തിനെ, വേനൽക്കാലത്തിനെ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത്. അത് അടുത്ത ശ്ലോകത്തിൽ പറയും. ഇവിടെ പറയാണ് അലഭ്യപാനീയം, വെള്ളം കുടിക്കാൻ കിട്ടാത്തതായ ഈ ഒരു കാലം, അതാണ് കാലം. അവസാനത്തെ വരിയിലുണ്ട് കാലം കാലം എന്ന്, അവസാനത്തെ 2 വരിയിലുമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കാലത്തിനെ പറ്റിയിട്ടാണ്, നിദാഘകാലത്തിനെ പറ്റിയിട്ട്, വേനൽക്കാലത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെള്ളം എവിടെയും കിട്ടാനില്ല. മാത്രമല്ല ഉദഗ്രതൃഷ്ണം, വെള്ളം കിട്ടാനില്ല എന്ന് അറിയുമ്പോഴേക്കും ദാഹവും കൂടും. വേനൽക്കാലത്ത് നല്ല ദാഹം ഉണ്ടാവുമല്ലോ, അതാണ് ഉദഗ്രമായ തൃഷ്ണയോടുകൂടിയതും. ഉദഗ്രതൃഷ്ണം, കഠിനമായിട്ടുള്ള ദാഹത്തോടു കൂടിയ കാലവും. അടുത്തതായിട്ട് ഭൂമിയുടെ സ്വഭാവത്തിനെ പറ്റിയിട്ടാണ് പറയണത്. നഖംപച ഉർവീതലം, നഖംപചമായിട്ടുള്ള ഉർവീതലം, നഖത്തിനെ പോലും ചൂടുപിടിപ്പിക്കുന്നതായ ഉർവീതലം. ഉർവീതലം ഭൂമി. ഭൂമിയിൽ ചവിട്ടുമ്പോൾ താഴെയുള്ള, അതായത് പാദത്തിലുള്ള തൊലിയോ അല്ലെങ്കിൽ കാലൊക്കെ ചൂടാവണതിൻ്റെ ഒപ്പം തന്നെ നഖം വരെ ചുട്ടുപഴുക്കണു. അതാണ് നഖംപച ഉർവീതലം. ഉർവീതലത്തിൻ്റെ ചൂട് നഖങ്ങളെ വരെ തപിപ്പിക്കുന്നു. മാത്രമല്ല അസ്തവാദം, കാറ്റും കാര്യമായിട്ട് വീശുന്നില്ല. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് വേനൽക്കാലം വരുമ്പോൾ ഒരു ഇളങ്കാറ്റെങ്കിലും വീശിയിരുന്നെങ്കിൽ കുറച്ച് ചൂട് കുറഞ്ഞേനെ എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷേ അതുമില്ല. അങ്ങനെയുള്ളതായിട്ടുള്ള നിദാഘകാലം, അതാണ് അസ്തവാദം, വാദമില്ലാത്ത കാറ്റ് വീശാത്തതും. അങ്ങനെയുള്ളതായ ഈ കാലം ഉണ്ടല്ലോ, അത് ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കണത്? ഈ തീരത്ത്, അതായത് കാളിന്തി തീരത്തോ അല്ലെങ്കിൽ ഈ ദേശത്ത് വസിക്കുന്ന ആൾക്കാർക്കൊക്കെ കഷ്ടം തന്നെയാണ്. അതോടൊപ്പം തന്നെ അധ്വന്യജനസ്യ കാലം, അധ്വന്യജനസ്യ കാലം, അധ്വന്യജനങ്ങൾക്ക് കാലനായിട്ടുള്ള, അധ്വന്യന്മാർ എന്ന് പറഞ്ഞാൽ വഴിയാത്രക്കാർ, മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുന്നവർ. അവർ പ്രത്യേകിച്ച് വണ്ടികളിൽ, രഥങ്ങളിലൊന്നുമല്ല പോവുക. അതുപോലെ കുതിരയുടെയോ ആനയുടെ പുറത്തൊന്നും അല്ല സഞ്ചരിക്കുക, മൃഗങ്ങളുടെ പുറത്തൊന്നും കയറിയല്ല സഞ്ചരിക്കുക. അവർ നടന്നാണ് പോവുക. അങ്ങനെ നടന്നു പോകുമ്പോൾ അവർക്ക് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു കാലമാണ് വേനൽക്കാലം. ചുട്ടുപഴുക്കുന്നത് കൊണ്ട് എപ്പോഴാണോ മരണം സംഭവിക്കുക എന്ന് പോലും പറയാൻ പറ്റില്ല. അതാണ് അധ്വന്യജനസ്യ, വഴിയാത്രക്കാരായിട്ടുള്ള പാന്തന്മാരായിട്ടുള്ള ജനങ്ങൾക്ക് കാലനായിട്ടുള്ള, അവരുടെ അന്തകനായിട്ടുള്ള കഠോരാതപ ദുർനിരീക്ഷം കാലം ആലോകയ. കഠോര ആതപ ദുർനിരീക്ഷം, അതൊക്കെയാണ് അതിലെ 3 വാക്കുകൾ. കഠോരമായ വെയിൽ കൊണ്ട് നോക്കാൻ തന്നെ, പുറത്തേക്ക് നോക്കാൻ പറ്റാത്തതായ ഈ കാലത്തിനെ, നിദാഘകാലത്തിനെ ഒന്ന് നോക്കിക്കാണൂ എന്നാണ് ഈ ഗോപൻ ആദ്യമായിട്ട് ഭഗവാനോട് പറയണത്. വേനൽക്കാലത്തിൻ്റെ ഒരു തീവ്രത, ഭയങ്കരമായിട്ടുള്ളൊരു സ്വഭാവം ഇവിടെ വർണ്ണിക്കുകയാണ്. വെള്ളമൊട്ടും കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ദാഹം വർദ്ധിക്കുന്നു. ചൂട് കൂടുതലുള്ളത് കൊണ്ട് ദാഹം വർദ്ധിക്കുന്നു. ചവിട്ടിയാൽ, നിലത്തൊക്കെ ചവിട്ടുമ്പോൾ നഖം വരെ ചൂടാവുന്ന അത്രയ്ക്ക് ചൂട്, ഭൂമിക്ക് ഭയങ്കര ചൂട്. ഒട്ടും കാറ്റും വീശുന്നില്ല. വഴിയാത്രക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അന്തകനായിട്ടുള്ള
വെയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ണടിച്ചു പോകുന്ന, കണ്ണങ്ങട് ഒന്നിനും കൊള്ളാതെയായി പോകുന്ന ദുർനിരീക്ഷമായിട്ടുള്ള ഈ ഒരു കാലത്തിനെ ഒന്ന് കാണൂ. ആ കാലത്തും ഇവിടെ ആൾക്കാർ വളരെ ബുദ്ധിമുട്ടിയാണ് കഴിയണത് എന്ന് പറയാനാണ് പുറപ്പെടുന്നത്. കാളിന്തി നദി ഇവിടെ ഉള്ളത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, അതിലും ഇല്ല വെള്ളം എന്നാണ് പറയാൻ പോണത്. ഇവിടെ നിദാഘകാലത്തിനെ വർണ്ണിച്ചിരിക്കുകയാണ്. നമുക്കതൊട്ടും വിസ്തരിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാവരും ഈ വേനൽക്കാലത്ത് ഇപ്പോൾ നടന്നതായ നിദാഘകാലം, ഗ്രീഷ്മകാലം നമ്മളെല്ലാവരും വളരെ വേദനയോട് കൂടിയിട്ട്, വളരെ ബുദ്ധിമുട്ടോട് കൂടിയിട്ട്, നീറ്റലോട് കൂടി അനുഭവിച്ച് കഴിഞ്ഞേ ഉള്ളൂ. അതേപോലൊരു കാലത്തിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഈ ഗോപൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. 68ാമത്തെ ശ്ലോകം നോക്കൂ. വഹന്നലാഭൂനി വനേ ചരാണാമയം സമാജോ ജലപൂരിതാനി നിദാഘ നിഷ്പത്രമഹീരുഹാണി ഭ്രമത്യനംഭാംസി വനാന്തരാണി. ആദ്യം പദച്ഛേദം നോക്കാം. വഹൻ അലാഭൂനി വനേചരാണാം അയം സമാജ ജലപൂരിതാനി നിദാഘ നിഷ്പന്നമഹീരുഹാണി ഭ്രമതി അനംഭാസി വനാന്തരാണി. കാട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? നല്ല വേനൽ വരുമ്പോൾ എങ്ങനെയാണ് ആൾക്കാർ, അവിടുത്തെ കാട്ടിലെ ജനങ്ങൾ, വനേചരന്മാരെങ്ങനെ ജീവിക്കണേ എന്ന് പറയാണ്. ഇവിടെ നോക്കുമ്പോൾ വനേചരന്മാരെയൊക്കെ കാണാനുണ്ട്. അവര് വനേചരാണാം സമാജ, വനേചരന്മാരുടെ സമാജം, സമാജം എന്ന് പറഞ്ഞാൽ കൂട്ടം, വനേചരന്മാരുടെ കൂട്ടങ്ങൾ. അതായത് അവിടെ എവിടെയൊക്കെ ധാരാളമായിട്ട് വനേചരന്മാരെ വൃന്ദാവനത്തിൽ താമസിക്കുന്നുണ്ട്. സമാജ സംഘ എന്നാണ് പറയണത്. അവര് ആ കൂട്ടം, വനേചരന്മാരുടെ കൂട്ടം എന്താ ചെയ്യണത്? ജലപൂരിതാനി ആലാഭൂനി വഹൻ അയം വനേചരാണാം സമാജ. ഈ കാണുന്ന, മുമ്പിൽ കാണുന്നതായിട്ടുള്ള വനേചരന്മാരുടെ സമാജമുണ്ടല്ലോ, സംഘമുണ്ടല്ലോ, ആ കൂട്ടര് ജലപൂരിതാനി വെള്ളം നിറച്ചിട്ടുള്ളതായ അലാബൂനി വഹൻ. അലാബൂനി, അലാബു എന്ന് പറഞ്ഞാൽ ഒരു തരം കായയാണ്. കായ എന്ന് പറഞ്ഞാൽ പാത്രം പോലെ ഉണക്കി ഉപയോഗിക്കാവുന്ന കായ. അതായത് ഈ നാരങ്ങ എന്നൊക്കെ പറയണ, ബബ്ലൂസ് നാരങ്ങ എന്നൊക്കെ പറയുന്ന ചില നാരങ്ങകളുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ളതായ കാമ്പ് എടുത്തു കഴിഞ്ഞാൽ അത് ഉണക്കിയാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും, വെള്ളം കൊണ്ട് നടക്കാൻ. അതുപോലെ പീച്ചിങ്ങ എന്നാണ് പേര് തോന്നുന്നു. അതിൻ്റെയൊക്കെ ഉള്ളിലുള്ളതായ കുരുവും അതുപോലെ ആ കാമ്പൊക്കെ മാറ്റിയാൽ അത് ഉണക്കിയെടുത്താലും പാത്രം പോലെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ കായ്ഫലങ്ങൾ കൊണ്ടുണ്ടാക്കുന്നതായ പാത്രങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ആലാബൂനി. അലാബൂനി ജലപൂരിതാനി, വെള്ളം നിറച്ചിട്ടുള്ളതായ അലാബുക്കൾ. ആ പാത്രങ്ങളിൽ വെള്ളം നിറച്ചിട്ട് ഈ വനേചരന്മാരുടെ കൂട്ടം എന്താ ചെയ്യണത്? നിദാഘ നിഷ്പത്രമഹീരുഹാണി വനാന്തരാണി അനംഭാംസി ഭ്രമതി. നിദാഘ നിഷ്പത്ര മഹീരുഹാണി, വനാന്തരങ്ങള് കാട്ടിലെ വലിയ വലിയ ഉൾപ്രദേശങ്ങളാണ്. ധാരാളം മരങ്ങളും ഇലകളും ഒക്കെ ഉള്ളതായ കാടായിരുന്നു. പക്ഷെ ഇപ്പോൾ കാര്യമായിട്ട് അവിടെ പച്ചപ്പും തഴപ്പും ഒന്നുമില്ല. അതാണ് നിദാഘം കൊണ്ട്, വേനൽ കൊണ്ട്, നിഷ്പത്രം ഇല കൊഴിഞ്ഞതായ, മഹീരുഹങ്ങളോടുകൂടിയ, വൃക്ഷങ്ങളോടുകൂടിയ, വലിയ വലിയ വനസ്പതികളോടുകൂടിയ വനാന്തരാണി കാടുകളുടെ ഉള്ളിൽ കൂടെ, ആ കാടുകൾ എങ്ങനെയുള്ളതും കൂടിയായിരുന്നു? അനംഭാംസി വനാന്തരാണി, വെള്ളം തന്നെ ഇല്ലാത്തതായ, വെള്ളം ഒട്ടും കിട്ടാനില്ലാത്തതായ കാടിൻ്റെ ഉൾഭാഗത്ത് കൂടെ ഭ്രമതി സഞ്ചരിക്കുന്നു. അപ്പോൾ കാടിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് കാട്ടിലെ വന്യങ്ങളായിട്ടുള്ള ഫലങ്ങളോ തേനോ അല്ലെങ്കിൽ മാംസമോ ഒക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞതായിട്ടുള്ള കാട്ടാളന്മാരെ, വനേചരന്മാരെ കാടിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ പോകും. അങ്ങനെ പോകുമ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അവർ പാത്രത്തിൽ വെള്ളം കൊണ്ടുപോകുന്നു. അതിൻ്റെ ഉള്ളിലൊന്നും, കാടിൻ്റെ ഉള്ളിലൊന്നും എവിടെയും വെള്ളം കിട്ടാനില്ല. കാളിന്തിയിൽ വെള്ളം ഉണ്ട്, അത് കുടിക്കാൻ പറ്റില്ല എന്ന് അവിടേക്കാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ വളരെ തീവ്രമായിട്ടുള്ള വേനൽക്കാലം, വെള്ളം ധാരാളം ആവശ്യമുള്ള കാലം, എന്നിട്ടും എവിടെയും നല്ല ഒരു തുള്ളി വെള്ളം, കുടിക്കാൻ പറ്റിയതായ വെള്ളം കിട്ടാനില്ല. കാടാണ്, കാടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളമില്ല, തടാകങ്ങളില്ല, അല്ലെങ്കിൽ പുഴ ഇല്ല എന്നൊക്കെ പറയണത് ശരിക്കും കഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാലും ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ കാട്ടാളന്മാർ കാട്ടിൽ കൂടെ നടക്കുമ്പോൾ ഒക്കെ ഈ തരത്തിലുള്ള പാത്രങ്ങളൊക്കെ ഉണക്കി അതിലൊക്കെ വെള്ളം കൊണ്ട് നടക്കുകയാണ്.
കാട്ടിൽ സഞ്ചരിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് ദുരവസ്ഥയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ഗോപൻ ശ്രീകൃഷ്ണനോട് പറയണത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. അലഭ്യപാനീയമുദഗ്രതൃഷ്ണം നഖം പചോർവീതലമസ്തവാദം ആലോകയാധ്വന്യജനസ്യ കാലം കാലം കഠോരാതപദുർനിരീക്ഷം വഹന്നലാഭൂനി വനേചരാണാമയം സമാജോ ജലപൂരിതാനി നിദാഘനിഷ്പത്രമഹീരുഹാണി ഭ്രമത്യനംഭാംസി വനാന്തരാണി. നല്ല വാക്കുകൾ കൊണ്ട് വരഞ്ഞൊരു ചിത്രമാണ്. നിദാഘകാലത്തിൻ്റെ പേടിപ്പെടുത്തുന്ന അവസ്ഥ. നല്ല ഭംഗിയുള്ളതായ 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.